സോ അനിമെ 2025 സ്റ്റാർട്ടിങ്ങിലൊക്കെ നന്നായിട്ട് പോയെങ്കിലും ഒരു 10 അനിമേസ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ആയെങ്കിലും അവസാനത്തോട്ടെത്തുമ്പോൾ ജസ്റ്റ് 3 അനിമേസ് മാത്രമാണ് കറക്റ്റ് ആയിട്ട് ഇരുന്നത്. അതിൽ വൺ പീസ്, അതുപോലെ തന്നെ വീറോ, ലസാറസ്, ഇത് മാത്രമാണ് കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിട്ട് അവസാനം വരെ നിന്നത്. ഇപ്പോ 2025 അടുത്ത് വരാൻ പോകുന്നത്, അതായത് സമ്മർ സീസണിൽ റിട്ടേണിംഗ് ആവുന്ന ഒരുപാട് അനിമേസ് ഉണ്ട്. സോ നമ്മൾ അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഏതൊക്കെ അനിമേസ് ആണ് ഏറ്റവും ആന്റിസിപ്പേറ്റഡ് നിങ്ങൾക്ക് തോന്നണമെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. സോ 2025 മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് അനിമേസ് ഇൻ മൈ ഒപ്പീനിയൻ. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ നെക്സ്റ്റ് സീസണിലെ ഏറ്റവും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് അനിമ ആയിരിക്കും. നിങ്ങളുടെ 99% ആൾക്കാർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും മിക്കവാറും. അതാണ് ഡാൻഡഡാൻ. ഡാൻഡഡാൻ ഉണ്ടായ ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. ഡാൻഡഡാന്റെ ആ ഫസ്റ്റ് സീസണും അതിലെ ഫസ്റ്റ് ഓപ്പണിംഗ് സോങ്ങും, ആ സോങ് കൊണ്ട് തന്നെ ഡാൻഡഡാൻ മൊത്തം അങ്ങോട്ട് ട്രെൻഡിങ് ആയിരുന്നു. സോ ഈ സീസണിലെ ഏറ്റവും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് അനിമെ സീരീസ് ഡാൻഡഡാന്റെ സീസൺ 2 ആയിരിക്കും. ആൻഡ് ഇനി നിങ്ങൾ ഡാൻഡഡാന്റെ ഫസ്റ്റ് സീസൺ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കിഡിലനാണ് മക്കളെ. കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലനാണ്. അതിന്റെ ഓരോ കണ്ടന്റ്, അതായത് അഡൾട്ട് കണ്ടന്റ് ആണ് മൊത്തം, അതായത് സീരീസിലുള്ളത് മൊത്തം 18+ ആണ്. ആൻഡ് അതിൽ വരുന്ന ആക്ഷൻസും അതിൽ വരുന്ന ഓരോ കോമഡികൾ തമിഴ് ഡബിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചും മരിക്കും. ആ ജാതി ഡബിങ് ആണ് തമിഴിൽ അവർ ചെയ്തു വെച്ചേക്കുന്നത്. നമുക്ക് മലയാളത്തിലില്ല. സോ തമിഴിൽ കാണുന്നുണ്ടെങ്കിൽ തമിഴിലും കാണാം. അത്രയും കിടിലാണ്. സീസൺ 2ന്റെ ട്രെയിലറും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ സീസൺ 2ന്റെ ട്രെയിലർ എടുത്ത് നോക്കാം. ഡാൻഡഡാന്റെ ഫസ്റ്റ് സീസൺ നിങ്ങൾക്ക് ഞാൻ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നെക്സ്റ്റ് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് അനിമെ സീരീസ് ആയിരിക്കും സാക്കമോട്ടോ ഡേയ്സ്. സാക്കമോട്ടോ ഡേയ്സ് നിങ്ങൾ ഒരുപാട് പേര് ഫസ്റ്റ് 2-3 എപ്പിസോഡ് കണ്ട് വിട്ടവരായിരിക്കും. ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഞാനത് പിന്നെ എടുത്തിട്ട് ഞാൻ പിന്നെ അത് ഫുള്ള് ബിഞ്ച് വാച്ച് ചെയ്തു. സീസൺ 1 ഫുള്ള് നല്ല കിടില സാധനം. അതിന്റെ ഓരോ സാധനങ്ങളുണ്ട്. അതായത് ഈ സാക്കമോട്ടോന്റെ പാസ്റ്റിൽ നടക്കുന്ന ഓരോ സാധനങ്ങളും ഇങ്ങനെ ഗ്ലിംസ് ചെയ്യുന്ന പോകുന്നതൊക്കെ ഉണ്ട്. നമുക്ക് ജോൺ വിക്കിനൊക്കെ ഇങ്ങനെ തോന്നും. പക്ഷെ ഇത് എവിടെ ലാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കോമഡി വർക്കൗട്ട് ആവുന്നില്ല സാക്കമോട്ടോ ഡേയ്സിൽ. സാക്കമോട്ടോ ഡേയ്സ് ഒരു OPM റിപ്പ് ഓഫ് ആണെങ്കിൽ പോലും OPM പോലെ ഇതിൽ വർക്ക് ആവുന്നില്ല, കോമഡീസ് വർക്ക് ആവുന്നില്ല. അവിടെയാണ് സാക്കമോട്ടോ ഡേയ്സ് കുറച്ചുകൂടി ലാക്ക് ആവുന്നത്. സോ നിങ്ങൾക്ക് സാക്കമോട്ടോ ഡേയ്സ് സീസൺ 1 നിങ്ങൾക്ക് ബിഞ്ച് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ അതിനുശേഷം വരുന്നതായിരിക്കും മൈ ഡ്രസ് അപ്പ് ഡാർലിങ്ങിന്റെ സീസൺ 2. ഇത് നിങ്ങൾ അധികം പേരും കണ്ടിട്ടുണ്ടാവില്ല ഈ സാധനം. ഇതിന്റെ സീസൺ 1 ഫുള്ളായി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്ന് കണ്ടു നോക്കാം. ഇത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആണ്. അതായത് ജാപ്പനിൽ ഭയങ്കരമായിട്ട് പോപ്പുലർ ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് അത്ര പോപ്പുലർ അല്ല. ഇതിന്റെ മെയിൻ ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിന്റെ പ്രോട്ടോഗോണിസ്റ്റ് ഉണ്ടാവും. പ്രോട്ടോഗോണിസ്റ്റിന് ഒരുപാട് വെറൈറ്റി കോസ്പ്ലേ ഡ്രസ്സസ് ഉണ്ടാകാനായിരിക്കും താല്പര്യം. ആൻഡ് അതായത് ഇതിന്റെ ലേഡി ക്യാരക്ടറായിട്ട് വരുന്ന ഫീമെയിൽ പ്രോട്ടോഗോണിസ്റ്റിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോസ്പ്ലേ ഡ്രസ്സ് ട്രൈ ഔട്ട് ചെയ്യാനായിരിക്കും താല്പര്യം. സോ ഇവര് തമ്മിലുള്ള ഒരു, അതായത് നമ്മളെ ഈ റെന്റ് ഗേൾ ഫ്രണ്ട് ഒക്കെ അല്ലേ, അതുപോലെ ഒരു സ്മൂത്ത് സാധനമാണ്. കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. നല്ല നൈസായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റിയൊരു സാധനമാണ്. നിങ്ങൾക്ക് ആക്ഷനും ഇതൊക്കെയാണ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആ ടൈപ്പ് അല്ല. ഇതിൽ ഇച്ചിരി കൂടി ഒരു സ്മൂത്ത് ഫീൽ ഗുഡ് ആ ഒരു ടൈപ്പ് സാധനമാണ്. സോ മൈ ഡ്രസ് അപ്പ് ഡാർലിങ്ങിന്റെ സീസൺ 1 വേണമെന്നുണ്ടെങ്കിൽ അതിന്റെയും പറഞ്ഞാൽ മതി. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതൊരു 10 മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതത്രേ ഉള്ളൂ, കഥ അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ കഥ മാത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയാം. അല്ല അത് ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ബിഞ്ച് വാച്ച് ചെയ്യാം. ഈസി ആയിട്ട് ക്രഞ്ചിറോൾ അവൈലബിൾ ആണ്. ആൻഡ് ഇതിന് ശേഷമാണ് ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉള്ള ഒരു സീസൺ വരാൻ പോകുന്നത്. ആൻഡ് അതാണ് കൈജു നമ്പർ 8ന്റെ സീസൺ 2. കൈജു നമ്പർ 8ന്റെ സീസൺ 2 മക്കളെ നിങ്ങൾ നോക്കിക്കോ, തീപ്പൊരി സാധനമായിരിക്കും. അതിന്റെ മാങ്ക അതുപോലെ അവന്മാര് നല്ല ക്ലാരിറ്റി, നല്ല ക്ലിയറിൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല കിടിലൻ ആനിമേഷൻ കൊടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലോ മക്കളെ നിങ്ങൾ നോക്കിക്കോ, കൈജു നമ്പർ 8ന്റെ സീസൺ 2 ഒരു ബെഞ്ച് മാർക്കായിരിക്കും. അത്രയും കിടിലൻ മാങ്കയാണ് അവർക്കുള്ളത്. സോ അതുപോലെ അവർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ല ബ്ലൂ ലോക്കിന്റെ സീസൺ 2 പോലെ മുമ്പിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ആൻഡ് ഇതിനുശേഷം സമ്മർ സീസണിൽ വരാൻ പോകുന്ന വേറൊരു അനിമയാണ് ഗ്രാൻഡ് ബ്ലൂവിന്റെ സീസൺ 2. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, മോസ്റ്റ്ലി വരുന്നത് കണ്ടിട്ടുണ്ടാവില്ല. കാരണം കോമഡി ജോണേഴ്സിലുള്ള അനിമേസ് അധികം ആരും കാണാറില്ല. പക്ഷെ ഫസ്റ്റ് വൺ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് റീവാച്ച് ചെയ്യും. കാരണം ഇതിന്റെ കോമഡീസിന് വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾ റീവാച്ച് ചെയ്യും. അമ്മാതിരി സീനൊക്കെയാണ് ഇതിൽ മക്കളെ. നിങ്ങൾ അങ്ങനെ ഓരോ ക്യാരക്ടർ കൊടുക്കുന്ന ഓരോ എക്സ്പ്രഷൻസും ഓരോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കിടില സാധനമാണ്. ഇതിന്റെ ഒരു മെയിൻ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിന്റെ പ്രോട്ടോഗോണിസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റി പോയി ചേരും. ആ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഒരു കോളേജ് ലൈഫിൽ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. നല്ല കിടില സാധനമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് കോമഡി കാര്യങ്ങളൊക്കെ, അത് അനിമയിൽ ഇഷ്ടമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ആൻഡ് പിന്നെ നമ്മുടെ ഡോക്ടർ സ്റ്റോണിന്റെ പുതിയ സീസൺ വരുന്നുണ്ട്. ഡോക്ടർ സ്റ്റോണും നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഇതിൽ തന്നെ കമ്മ്യൂണിറ്റിയിൽ തന്നെ വേറൊരു അനിമെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാനലിൽ ഇതിന്റെ എപ്പിസോഡ്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ അതിൽ നിങ്ങൾ കാണുന്നവരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അനിമെ കാണുന്നവരായിരിക്കും. സോ ഡോക്ടർ സ്റ്റോണിന്റെ പുതിയ സീസൺ വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഡോക്ടർ സ്റ്റോൺ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റോറി ഔട്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇത് നടക്കുന്ന ലോകത്ത് പെട്ടെന്ന് മനുഷ്യന്മാരെല്ലാവരും കല്ലായി മാറും. ആൻഡ് കല്ലായി മാറിയിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ കല്ലിൽ നിന്ന് മനുഷ്യന്മാർ വീണ്ടും പുറത്തോട്ട് വന്നു തുടങ്ങും. എല്ലാവരും ഒരുമിച്ചല്ല, ഓരോരുത്തരായിട്ട് ചെറുതായിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ട് തുടങ്ങും. ആൻഡ് ഇതിങ്ങനെ ഉണ്ടായ നാച്ചുറൽ ഡിസാസ്റ്റർ ഒന്നും ആയിരിക്കത്തില്ല, കുറച്ച് പേര് മനഃപൂർവ്വം ചെയ്തായിരിക്കും. സോ അതെല്ലാം ചുരുളഴിയുന്ന ഒരു സീരീസാണ് ഡോക്ടർ സ്റ്റോൺ. അതായത് ഈ കെമിസ്ട്രിയും കാര്യങ്ങളെല്ലാം ഒരുപാടുള്ള കാര്യങ്ങളാണ്. സോ ഡോക്ടർ സ്റ്റോണിന്റെയും പുതിയ സീസൺ ഈ സമ്മർ സീസണിലാണ് വരാൻ പോകുന്നത്. ആൻഡ് ഇനി 4 പുതിയ അനിമേസ് വരാൻ പോകുന്നുണ്ട് ഈ സമ്മർ സീസണിൽ. ആൻഡ് ഈ 4 പുതിയ അനിമേസിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അതിൽ ഫസ്റ്റ് ഞാൻ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് ഉള്ള പുതിയ സീരീസ് ആണ് ദ സമ്മർ ഹിക്കാരു ഡൈഡ്. ഇത് രണ്ട് ചെറുക്കന്മാരുടെ ഫ്രണ്ട്ഷിപ്പ് തമ്മിലുള്ള ഒരു കഥയാണ്. പെട്ടെന്ന് ഇതിലുള്ള ഒരുത്തന് പെട്ടെന്ന് ഭയങ്കര വിയേർഡായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇത് ബേസിക്കലി ഒരു ഹൊറർ ബേസ്ഡ് ആണ്. മൊത്തം ഹൊറർ, കോമഡി ഹൊറർ അല്ല, ഹൊറർ ബേസ്ഡ് ആണ്. ഇതിന്റെ മാങ്ക സ്പോയിലേഴ്സ് ഞാൻ നോക്കിയിട്ടില്ല, കാരണം ഇതിന്റെ മാങ്ക വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹൊറർ കണ്ടിട്ട് കാര്യമില്ല. ഓൾറെഡി ഹൊററിന്റെ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പേടിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. സോ ഈ അനിമ വന്നിട്ട് ഞാനത് കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനത് കണ്ടിട്ട് കിട്ടില്ല സാധനമാണെന്നുണ്ടെങ്കിൽ ഞാനത് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ഒരുപാട്, അതായത് ഞാൻ ഈ റെഡിറ്റിൽ നോക്കുമ്പോൾ അതിൽ ഒരുപാട് പേര് പറയുന്നത് ഹൊറർ സീരീസിൽ തന്നെ, അതായത് ഹൊറർ ജോണറുള്ള അനിമേസിൽ തന്നെ ബെഞ്ച് മാർക്ക് ആകാൻ പോകുന്ന അനിമയാണ് അതെന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ്, നമുക്കത് വന്നതിന് ശേഷം നമുക്ക് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഇതിന് ശേഷം നല്ല കിടിലൊരു ആക്ഷൻ ഓറിയന്റഡ് അനിമയായിട്ട് ഗാക്കിയാകൂട്ട അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയത്തില്ല, അത് വരുന്നുണ്ട്. അതിന്റെ സീസൺ 1 വരുന്നുണ്ട് ഈ സമ്മർ സീസണിൽ തന്നെ. ആൻഡ് ഇത് എന്തുകൊണ്ടാണ് ഇത്രയും, അതായത് ആന്റിസിപ്പേറ്റഡ് എന്നുള്ളതല്ലേ. ഈ കഥ നടക്കുന്ന ലോകത്ത് ഭൂമി ഒരു വേസ്റ്റ് ഇടുന്ന ആളുകൾ, അതായത് വേസ്റ്റ് ഇടുന്ന, അതല്ലെങ്കിൽ ഒരു ജയില് പോലെയൊക്കെയാണ് കാണപ്പെടുന്നത്. അതായത് ഭൂമിയുടെ മുകളിൽ കൂടെ ഒരു സർഫസ് ഇങ്ങനെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. അതായത് ഭൂമിയുടെ ആകാശത്ത് കൂടെ വേറൊരു ഗ്രഹം പോലെ, വേറൊരു സ്ഥലം പോലെ എപ്പോഴും ഒരു സ്ഥലം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ കാശുള്ളവർ, നല്ലപോലെ ജീവിക്കുന്നവരൊക്കെ അവിടെ ആയിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ആൻഡ് ഭൂമിയിൽ, അതായത് അവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ വേണ്ടാത്തവരെല്ലാം ഭൂമിയിലോട്ട് താഴത്തോട്ട് ഇടും. ആൻഡ് നമ്മുടെ പ്രോട്ടാഗണിസ്റ്റിനെ അവന്റെ അച്ഛനെ കൊന്നു, അതായത് അവന്റെ സ്റ്റെപ്പ് ഫാദറെ കൊന്നു, അതിൽ ഫാദർ ഫിഗർ ആയിട്ടുള്ള ആളെ കൊന്നു എന്നുള്ള കുറ്റത്തിന് താഴെ ഭൂമിയിലോട്ട് ഇടുന്നതും അവിടുന്ന് അവനൊരു ടീം ഫോം ചെയ്യുന്നതും അതിന്റെ കുറെ ആക്ഷൻസും അതിൽ വരുന്ന കുറെ ക്യാരക്ടേഴ്സും അങ്ങനെയൊക്കെയാണ് ഈ സ്റ്റോറി പോകുന്നത്. ഇതിന്റെ മാങ്ക ഞാൻ വായിച്ചു, നല്ല കിടില സാധനമാണ്. സോ ഈ അനിമയുടെ സീസൺ 1 ഈ സമ്മറിൽ നമുക്ക് കാണാൻ കിട്ടും. ആൻഡ് ഇതിന് ശേഷം ഈ സമ്മർ സീസൺ വരാൻ പോകുന്ന പുതിയ അനിമയാണ് ടൗജൻ അനീക്കി. ഇത് ഡീമൺ സ്ലെയർ പോലെയാണ്, പക്ഷെ ഡീമൺ സ്ലെയറിന്റെ ഫുൾ ഉൾട്ട. അതായത് ഡീമൺ സ്ലെയറിൽ എന്താ കഥ, ഡീമൺ സ്ലെയേഴ്സ് ഉണ്ടാവും, ഡീമൺ സ്ലെയേഴ്സ് എല്ലാവരും ഹീറോസ്, ഡീമൺസ് എല്ലാവരും വില്ലൻസ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഡീമൺ സ്ലെയേഴ്സ് എല്ലാവരും വില്ലന്മാരും, ഡീമൺസ് എല്ലാവരും നല്ലവരും. അത് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല, കാരണം നമ്മുടെ ഹീറോ, അതായത് പ്രോട്ടാഗണിസ്റ്റ് ഉള്ളത് ഡീമൺസിന്റെ ടീമിലാണ്. സോ ഡീമൺസിനെ രക്ഷിക്കാനും ഡീമൺസിന് വേണ്ടിയിട്ടാണ് ഇതിലെ പ്രോട്ടാഗണിസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നത്. ഡീമൺ സ്ലെയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കഥ. ഇതും നന്നാവുന്ന എനിക്ക് തോന്നുന്നു. ഇതിന്റെ അതായത് മാങ്കയുടെ പാനൽസ് എല്ലാം കണ്ടിട്ട് നന്നാവുന്ന എനിക്ക് തോന്നുന്നു. പിൻട്രസ്റ്റിലും കുറെ ഇതിന്റെ ഒരുപാട് എഡിറ്റ്സ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇത് നന്നാവുന്ന തോന്നുന്നു ഈ സീസണിൽ. എന്റെ സമ്മർ സീസണിൽ തന്നെ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന സീസൺ 1 അനിമയായിരിക്കും ലോർഡ് ഓഫ് മിസ്റ്ററീസിന്റെ സീസൺ 1. ലോർഡ് ഓഫ് മിസ്റ്ററീസിന്റെ മാങ്ക ഭയങ്കര പോപ്പുലർ ആണ്, പക്ഷെ ഞാൻ ലോർഡ് ഓഫ് മിസ്റ്ററീസിന്റെ മാങ്ക വായിച്ചിട്ടില്ല. അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ മിസ്റ്ററീസ് ആണെന്ന്. സോ മിസ്റ്ററീസ് റിവീൽ ചെയ്യുന്നൊരു സാധനം വായിച്ചിട്ട് പിന്നെ അതിന്റെ അനിമ കാണാൻ, ഞാനിത് ഇപ്പം അടുത്താണ് ഇതിനെ പറ്റി അറിഞ്ഞത്. സോ അത് എനിക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ എനിക്ക് എന്തോ മൈൻഡ് വന്നില്ല. സോ ഇതിന്റെ അനിമ വരുന്നുണ്ട്. സോ അനിമ എന്തായാലും ഞാനും കാണും, നിങ്ങളും അനിമ കണ്ടാൽ മതി. മാങ്ക കാണും, മിസ്റ്ററി മാങ്ക കാണുന്നത്, ഹൊറർ മാങ്ക വായിക്കുന്നതെല്ലാം വെറുതെയാണ്. സോ നേരിട്ട് അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് മാങ്ക വായിച്ചാൽ കിട്ടത്തില്ല. സോ ലോർഡ് ഓഫ് മിസ്റ്ററീസിന്റെ സീസൺ 1 ഈ സമ്മർ സീസണിൽ ഉണ്ടാവും. ആൻഡ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ചെയിൻസോ മാൻ എവിടെ, വൺ പഞ്ച് മാൻ എവിടെ, ഡീമൺ സ്ലെയർ എവിടെ. വൺ പഞ്ച് മാൻ ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. വൺ പഞ്ച് മാൻ ഇപ്പോഴും കിടന്നിട്ട് അവർ ഒരു അപ്ഡേറ്റും തരുന്നില്ല. പിന്നെ ചെയിൻസോ മാൻ മൂവി ആയിട്ടാണ് ഇറങ്ങുന്നത്. സോ അതൊരു സീരീസ് ആവത്തില്ല. ഡീമൺ സ്ലെയറും മൂവി ആയിട്ടാണ് ഇറങ്ങുന്നത് സെപ്റ്റംബറിൽ. സോ സീരീസ് മാത്രമാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൂവീസ് നമുക്ക് ചെയിൻസോ മാനും ഡീമൺ സ്ലെയറും മാത്രമേ വരുന്നുള്ളൂ. ബ്ലൂ ലോക്കിന്റെ സീസൺ 3 വരാൻ പോകുന്നത് നെക്സ്റ്റ് ഇയർ ആയിരിക്കും. നെക്സ്റ്റ് ഇയർ ഏപ്രിലായിരിക്കും ബ്ലൂ ലോക്കിന്റെ സീസൺ 3 വരാൻ പോകുന്നത്. അത് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റുഡിയോ ഇപ്രാവശ്യം മാറിയിട്ടുണ്ട്. സോ സ്റ്റുഡിയോ മാറിയത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം ബ്ലൂ ലോക്കിന്റെ അനിമേഷൻ കിടലിനായിരിക്കുന്ന ഒരു എന്തോ ഒരു ഉള്ളിലൊരു തോന്നല്. സോ
അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഏത് അനിമയ്ക്കാണ് വെയിറ്റ് ചെയ്യുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. സോ ബൈ ഗൈസ്, ബൈ.